ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. തൊട്ടതെല്ലാം പൊന്നാക്കുന്നവർ എന്ന പ്രയോഗം അനർത്ഥമാക്കുന്ന ചില ആളുകളുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളിലും വിജയം നേടുകയും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സ്വന്തമാക്കുകയും ചെയ്യുന്നവർ. ഇവരുടെ തലവര യോഗം എന്നെല്ലാം ആളുകൾ പറയുന്നത് പോലെ ചില ഭാഗ്യവും അവർക്ക് വന്നു ചേരും. ഗ്രഹനിലയും പ്രപഞ്ചവും അവർക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായി വന്നു ചേരുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ആഴ്ച സർവ്വ സൗഭാഗ്യങ്ങളും ധനനേട്ടവും വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദിത്യൻ വൃശ്ചികം രാശിയിൽ തൃക്കേട്ട ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ വാരാന്ത്യ ദിവസം പൗർണമി തിഥിയുമുണ്ട്. ചൊവ്വ കർക്കിടകം രാശിയിൽ പൂയം നക്ഷത്രത്തിലാണ്. ശുക്രൻ മകരം രാശിയിൽ ഉത്രാടം തിരുവോണം നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു. ബുധന് മൗഢ്യമുണ്ട്. ആഴ്ചയുടെ മധ്യം വരെ ബുധൻ വൃശ്ചികം രാശിയിൽ തൃക്കേട്ടയിൽ നിന്നും അനിഴത്തിലേക്ക് വക്ര സഞ്ചാരത്തിലുമാണ്. ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിലാണ്. വ്യാഴം ഇടവം രാശിയിൽ വക്രഗതിയിൽ രോഹിണിയിലുമാണ്. രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും കേതു കന്നിയിൽ ഉത്രത്തിലും സഞ്ചരിക്കുന്നു. ഞായറും തിങ്കളും പ്രഭാതം വരെയും കർക്കിടക രാശിക്കാർക്കും തുടർന്ന് ബുധനാഴ്ച രാവിലെ 11 മണി വരെ ചിങ്ങ രാശിക്കാർക്കും അതിനുമേൽ വെള്ളിയാഴ്ച വരെ കന്നി രാശിക്കാർക്കും അഷ്ടമ രാശിക്കൂർ വരുന്നു. വെള്ളിയാഴ്ച ഉച്ച മുതൽ തുടങ്ങുന്ന തുലാം രാശിക്കാരുടെ അഷ്ടമരാശി അടുത്ത വാരത്തിലേക്കും തുടരുകയാണ്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കുവാനും സ്വപ്നങ്ങളെയെല്ലാം സാക്ഷാത്കരിക്കുവാനും കുറച്ചധികം വിയർപ്പൊഴുക്കേണ്ടി വരുന്നതാണ്. നീതിപൂർവമായ ഇടപെടലുകൾ പ്രശംസ ഏറ്റുവാങ്ങും. ഏകാഗ്രത ചിതറാതിരിക്കുവാൻ ഏറെ ശ്രമം ആവശ്യമാണ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ അനുസൂത്വം പ്രതീക്ഷിക്കാം. കൂടിയാലോചനകൾ ചിലപ്പോൾ ഗുണം ചെയ്യും, ചിലപ്പോൾ ഊർജവും സമയവും പാഴായി പോകുകയും ചെയ്യുന്നതാണ്. ഊണും ഉറക്കവും നേരം തെറ്റാതെ ഉണ്ടാകും. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ തന്നെ നിലകൊള്ളുന്നതാണ്. മിതവ്യയം ഒരു നല്ല ശീലമാണെന്ന് ഇടയ്ക്കിടെ ഓർമ്മയുണ്ടാകുന്നത് വളരെയധികം നല്ലതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. വളരെയധികം സന്തോഷാനുഭവങ്ങളും ചില വിഷമഘട്ടങ്ങളും കലരുന്നതാണ് ഈ ആഴ്ച. ബന്ധു സമാഗമത്തിൽ പഴയകാല ഓർമ്മകൾ തുടിക്കും. പ്രവൃത്തി രംഗത്ത് നിരതരാകുമ്പോഴും വിശ്രമത്തിനും വിനോദത്തിനും വേണ്ടി ധാരാളം സമയം ലഭിക്കുന്നതാണ്. യാത്രാപർവം പൂർത്തിയാക്കി ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തും. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ആശയങ്ങളോട് വിയോജിപ്പ് അറിയിക്കും. കലാപരമായ കാര്യങ്ങൾ മനസ്സിൽ തുടർ ചലനങ്ങൾ ഉണർത്തുന്നതാണ്. അനുരാഗത്തിൻ്റെ വിലോലതയിൽ സ്വയം വിസ്മരിക്കുന്ന സ്ഥിതിയുണ്ടാകും. കുടുംബാംഗങ്ങൾ വളരെ നാളുകളായി കാത്തിരുന്ന ശുഭവാർത്തയെത്തും. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. പ്രവൃത്തിയിൽ കൂടുതൽ സമയം മുഴുകേണ്ടതായി വരുന്ന ആഴ്ചയാണ്. സ്വതന്ത്ര ചിന്തകൾക്ക് വീട്ടിലും പുറത്തും സ്വീകാര്യത ലഭിക്കണമെന്നില്ല. കുടുംബത്തിനായി വേണ്ടത്ര സമയം ചെലവഴിക്കുവാൻ കഴിയാതെ വരുന്നതാണ്. ബിസിനസ്സുകാർക്ക് ധനാഗമം മോശമാവില്ല. നിങ്ങളുടെ വ്യാപാര രംഗം മെച്ചപ്പെടുത്തുവാൻ വഴികൾ വന്നു ചേരുന്നതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആവർത്തിത ശ്രമം വേണ്ടി വന്നേക്കും. സുഹൃത്തുക്കളുടെ സൃഷ്ടിപരമായ പ്രോത്സാഹനം ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ വളരെയധികം കരുത്ത് പകരുന്നതാണ്. അനാരോഗ്യത്താൽ വിഷമിക്കുന്ന ആളുകൾക്ക് സൗഖ്യം അനുഭവപ്പെടും. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. ആദ്യ 3 ദിവസങ്ങളിൽ സ്വസ്ഥതയും സുഗമതയും വർദ്ധിക്കുന്നതാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. സാമൂഹികമായ അംഗീകാരമുണ്ടാകും. നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചിലവഴിക്കുവാനുമുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. കിട്ടാക്കടമായിരുന്ന കൈവായ്പകളെല്ലാം മടക്കി കിട്ടുന്നതാണ്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സമ്മിശ്രമായ ഫലങ്ങളുണ്ടാകും. അലച്ചിൽ, നിരുന്മേഷത, പാഴ്ചെലവുകൾ ഇവയ്ക്ക് സാധ്യതയുണ്ട്. വാക്കുകളെ അധികാരികൾ അവഗണിക്കും. വെള്ളിയും ശനിയും വളരെയധികം മനസമാധാനം ഉണ്ടാകുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ഉല്ലാസയാത്രയ്ക്കും പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കുവാനും യോഗം ഉണ്ടാകുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്.
മകയിരം നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ ചൊവ്വ കർക്കിടകം രാശിയിൽ നീചസ്ഥിതിയിലാണെങ്കിലും കാര്യവിജയം ഉണ്ടാകുന്ന ആഴ്ചയാണ്. ഔദ്യോഗികമായി സ്വസ്ഥത വന്നു ചേരും. സ്വന്തം ബിസിനസ്സിൽ നിന്നും വളരെയധികം വളർച്ച പ്രതീക്ഷിക്കാം. ആർദ്ധാധിക ക്ലേശം അകലുന്നതാണ്. ദാമ്പത്യം ദൃഢമാകും. ന്യായമായ എല്ലാവിധ ആവശ്യങ്ങളും നിർബാധം നേടുവാൻ കഴിയുന്നതാണ്. സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സമയം കണ്ടെത്തും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തോടൊപ്പം കലകളിൽ മുന്നേറുവാനുള്ള സാഹചര്യം അനുകൂലമാകും. വിവക്ഷയിലൂടെ കുതന്ത്രങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതാണ്. ഭൂമിയിൽ നിന്നുമുള്ള ആദായം കൈവശം വന്നുചേരും. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് വ്യക്തിപരമായും കർമ്മപരമായും തടസ്സങ്ങളെല്ലാം അകന്ന് കാര്യവിജയം ഭവിക്കുന്ന ആഴ്ചയാണ്. മുൻപ് തോറ്റുപോയ സ്ഥലത്ത് നിങ്ങൾക്കിപ്പോൾ വിജയക്കൊടി പാറിക്കുവാൻ സാധിക്കും. ധനപരമായ സമ്മർദ്ദത്തിന് അയവുണ്ടാകുന്നതാണ്. നിങ്ങളുടെ തൊഴിലിടത്തിൽ സ്വച്ഛത പ്രതീക്ഷിക്കാം. അമിത അധ്വാനം കൂടാതെ തന്നെ ലക്ഷ്യപ്രാപ്തിയെല്ലാം വന്നുചേരും. എത്ര ശ്രമിച്ചാലും രണ്ടിലെ ചൊവ്വ മൂലം പരുക്കൻ വാക്കുകൾ പറയേണ്ട സാഹചര്യം സംജാതമാകും. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിനായി അല്പം പണച്ചെലവുണ്ടാകുന്ന ആഴ്ച കൂടിയാണ്. വെള്ളി ശനി ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട ആഴ്ച കൂടിയാണ്. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. പുണർതം നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലമാകിയാൽ തീരുമാനങ്ങൾ പലതും പുനഃപരിശോധിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ നീട്ടിവെക്കുവാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സന്ദർഭമാണ്. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ലൈസൻസ്, അനുമതി രേഖ, സർട്ടിഫിക്കറ്റ്സ് മുതലായവ വേഗത്തിൽ ലഭ്യമാകും. ബിസിനസ് യാത്രകൾ വിജയിക്കുന്നതാണ്. വസ്തു കച്ചവടത്തിൽ അമളി പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട ആഴ്ച കൂടിയാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ തർക്കങ്ങളിൽ പക്ഷം ചേരാതിരിക്കുക. ഊഹക്കച്ചവടത്തിൽ നേട്ടങ്ങൾ വന്നുചേരും. നിങ്ങളുടെ സ്നേഹബന്ധങ്ങളെല്ലാം വളരെയധികം ദൃഢമാകുന്ന ആഴ്ചയാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. വാരാന്ത്യമൊഴികെ അനുകൂലമായ ദിവസങ്ങളാണ്. നിർബാധം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കും. മുതൽ മുടക്കുകൾക്ക് ലാഭം വന്നു ചേരും. നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ആഴ്ച തന്നെയാണ്. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും പൊതുപ്രവർത്തകർക്ക് ക്ഷോഭം നിയന്ത്രിക്കേണ്ട ആഴ്ച കൂടി. ചൊവ്വ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വൈകാരികമായി പ്രതികരിച്ചേക്കും. കൂട്ടുകെട്ടുകൾ മൂലം വിമർശിക്കപ്പെടാം. സാഹിത്യകാരന്മാർക്ക് രചനയിൽ നവോന്മേഷം ഭവിക്കുന്നതാണ്. ദുർഘടമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ ഒരു രീതിയിലും നിങ്ങൾ ഈ ആഴ്ച മടിക്കില്ല. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് കർമ്മരംഗം വളരെയധികം ഉന്മേഷകരമാകും. നിങ്ങളുടെ കഴിവുകൾ പ്രവൃത്തിയിൽ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ് വിപുലീകരണത്തിനായുള്ള ചർച്ചകൾ മുന്നേറും. സാമ്പത്തിക നിക്ഷേപം നടത്തുന്നതിന് മുൻപ് വിദഗ്ധ അഭിപ്രായം തേടുന്നത് വളരെയധികം നല്ലതാണ്. സംഘടനയിൽ അനിഷേധ്യത തുടരുന്നതാണ്. ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുന്നോട്ടിറങ്ങും. വിദ്യാർത്ഥികളായ ആളുകളുടെ കലാപഠനം പുരോഗമിക്കുന്നതാണ്. സാഹസങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ട ആഴ്ച തന്നെയാണ്. ആരോഗ്യപരമായ ഭക്ഷണശീലം പുലർത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊപ്പം ഉല്ലസിക്കുവാൻ സാധിക്കും. അഷ്ടമ രാശിയാകിയാൽ തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങൾ വളരെയധികം സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. നൈസർഗികമായ കഴിവുകൾ പ്രയോജനപ്പെടില്ല. മാനസികമായ പിരിമുറുക്കം കൂടും. ഉറക്കം വളരെയധികം കുറയുന്ന ആഴ്ച തന്നെയാണ്. മറ്റു ദിവസങ്ങളിൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ധനവരവ് വളരെയധികം വർദ്ധിക്കുന്ന ആഴ്ച കൂടിയാണ്. തൊഴിലിടത്തിൽ വളരെയധികം സ്വാതന്ത്ര്യം അനുഭവപ്പെടും. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും. ഉപാസനകൾ ഒരു രീതിയിലും മുടങ്ങില്ല. ഗാർഹിക ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നുചേരും. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. സമ്മിശ്രമായ അനുഭവങ്ങൾ വന്നെത്തും. അനാവശ്യമായ ആശങ്ക ഉണ്ടാകുവാനിടയുണ്ട്. പെട്ടെന്നുള്ള മാനസിക പിരിമുറുക്കത്തിലാകുകയാൽ വളരെയധികം വിഷമങ്ങൾ ഉണ്ടാകുന്ന ആഴ്ച തന്നെയാണ്. പ്രത്യേകിച്ചും തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിച്ച മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാൻ കഴിയാതെ വരും. മറ്റു ദിവസങ്ങളിൽ വളരെയധികം സ്വസ്ഥതയുണ്ടാവുന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കുന്ന ആഴ്ച കൂടിയാണ്.
ആലോചനാപൂർവം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ശുഷ്കാന്തിയോടെ നിർവഹിക്കും. വായ്പാ തിരിച്ചടവുകൾ മുടങ്ങാതെ തന്നെ നോക്കുന്നതാണ്. ബിസിനസ് യാത്രകൾ എല്ലാ രീതിയിലും വളരെയധികം ഗുണകരമാകുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. സുചിന്തമായ തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുവാൻ സാധിക്കും. ഊഹക്കച്ചവടത്തിൽ വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ രീതിയിലും നടന്നു കിട്ടിയേക്കും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാവുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് നല്ല ആഴ്ച തന്നെയാണ്. സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ ലഭിക്കുവാൻ ഇടയുണ്ട്. കലാപ്രവർത്തനം അഭംഗുരമായി തുടരുവാൻ കഴിയും. ഭാവി കാര്യങ്ങളിൽ വ്യക്തത കൈവരുന്നതാണ്. അഷ്ടമരാശിക്കൂർ വരുന്ന ആഴ്ചയാകയാൽ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ എല്ലാ കാര്യത്തിലും വളരെയധികം കരുതൽ വേണ്ടതുണ്ട്. സാഹസങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ചെറുകിട സംരംഭങ്ങളിലും ഏജൻസി വ്യാപാരത്തിലും വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. തൊഴിൽ മത്സരങ്ങളിൽ അദൃശ്യത പുലർത്തും. ഗാർഹിക സൗഖ്യം വളരെയധികം വന്നുചേരും. നിങ്ങളുടെ നക്ഷത്രനാഥനായ ചന്ദ്രന് പക്ഷബലം വരികയാൽ മനഃപ്രസാദം ഭവിക്കുന്നതാണ്. വിഷമിക്കുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം പകരുന്ന വാക്കുകൾ പറയുവാൻ സാധിക്കും. സമൂഹത്തിൻ്റെ അംഗീകാരം നിങ്ങളെ തേടിയെത്തുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടതുണ്ട്. സഹോദര ആനുകൂല്യം എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാം. സഭകളിലും സമാജങ്ങളിലും ശോഭിക്കുന്നതാണ്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ശുഭാരംഭം ഒരു രീതിയിലും നന്നല്ല. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. കൃത്യനിർവഹണത്തിൽ തടസ്സം വരുവാൻ ഇടയുണ്ട്. അനാസ്ഥ മാത്രമല്ല കാരണം. ഇക്കാര്യത്തിൽ മേലധികാരികൾക്ക് വിശദീകരണം നൽകേണ്ടി വരുന്നതാണ്. വിവാദങ്ങളിൽ മൗനം പാലിക്കുകയാകും ഉചിതം. സ്വന്തം വ്യാപാരത്തിനായി അലച്ചിലുണ്ടാകുന്ന ആഴ്ച തന്നെയാണ്. എന്നാൽ ഉപഭോക്താക്കളുടെ സഹകരണം വളരെയധികം വന്നുചേരും. അയൽ തർക്കങ്ങളിൽ കഴിവതും ഇടപെടാതിരിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം താല്പര്യമുണ്ടാകും. വസ്തു വിൽപ്പനയ്ക്കുള്ള ശ്രമം വിജയിക്കുന്നതാണ്. മുൻകൂർ ഉള്ള തുക കൈപ്പറ്റിയേക്കും. അന്യദേശത്തുള്ളവർ അവധിക്കാലത്തേക്ക് നാട്ടിലേക്ക് വരുവാനുള്ള തീരുമാനം ഉണ്ടാകുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. 5 മുതൽ 8 വരെയുള്ള ഭാവങ്ങളിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നു. വാരാദ്യം ഞായറും വാരാന്ത്യ ശനിയും ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും കർമ്മഗുണം ഉണ്ടായിരിക്കും. നീതിപൂർവമായ പ്രവർത്തനം മൂലം ഉദ്യോഗസ്ഥരുടെ കീർത്തി വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ സ്വയം പര്യാപ്തത വരും. പ്രതികൂല സാഹചര്യങ്ങളെ നിർപ്രയാസം മറികടക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എല്ലാ രീതിയിലും പരിഹാരം ഉണ്ടാകും. ദാമ്പത്യത്തിൽ പാരസ്പര്യം ദൃഢമാകും. ഔദ്യോഗികമായും വൈയക്തിക യാത്രകൾ കൊണ്ടും വളരെയധികം പ്രയോജനം ഭവിക്കുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാനുള്ള സാഹചര്യം വന്നുചേരും. മാനസിക ഉന്നമനം സാധ്യമാകുന്നതാണ്. ഏകാഗ്രതയോടെ കൂടിയ പഠനത്തിൽ ഏർപ്പെടുന്നവർക്ക് പുതിയ പല അറിവുകളും നേടുവാൻ സാധിക്കും. അതിൽ വലിയ സന്തോഷം ഭവിക്കുന്ന ആഴ്ച കൂടിയാണ്. കർമ്മഭാവത്തിലെ ചൊവ്വ നീചസ്ഥിതി പ്രവൃത്തിയിൽ അസംതൃപ്തി സൃഷ്ടിക്കുന്നതാണ്. നിർദ്ദിഷ്ട ലക്ഷ്യത്തിലെത്തുവാൻ ആവർത്തിത ശ്രമങ്ങൾ വരുവാനിടയുണ്ട്. വ്യാപാരത്തിൽ കൂടുതൽ ധനം മുടക്കുന്നത് ഇപ്പോൾ ഗൃഹാനുകൂല്യം ഇല്ലാത്ത സമയമായതിനാൽ ഒരു രീതിയിലും നന്നല്ല. കുടുംബ ബന്ധങ്ങൾ വളരെയധികം ഹൃദ്യമായിരിക്കും. പ്രണയത്തിൽ ആഹ്ലാദിക്കുവാൻ കഴിയുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. വൃശ്ചിക രാശിയുടെ ഭാഗ്യാധിപനായ ചന്ദ്രന് പക്ഷബലം ഉള്ള കാലമാകിയാൽ നേട്ടങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. അഭിമുഖങ്ങളിൽ വളരെയധികം ശോഭിക്കുവാൻ സാധിക്കും. ആത്മവിശ്വാസം വാക്കിൽ നിറയുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും കുടുംബത്തിൻ്റെയും മാനസികമായ പിന്തുണ വലിയ തോതിലുള്ള ഊർജം പകരുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ആശ്വാസം വന്നു ചേരും. അറ്റകുറ്റപ്പണികളെല്ലാം തീർന്ന് വാഹനം നിരത്തിലിറക്കുവാൻ സാധിക്കുന്നതാണ്. സംഘടനകളിൽ നിങ്ങളുടെ നിലപാടുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. വായ്പകളെല്ലാം മടക്കിക്കിട്ടും. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്ക് തയ്യാറെടുപ്പ് നടത്തുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥനായ ബുധന് ആഴ്ച മധ്യത്തോടെ മൗഢ്യം തീരുന്നതിനാൽ എല്ലാ രംഗത്തും വളരെയധികം ഉണർവുണ്ടാകും. ബുദ്ധിപൂർവമായ ചടുല നീക്കങ്ങൾ വളരെയധികം ഗുണകരമാകും. വ്യാപാരികൾക്ക് കച്ചവടം വർദ്ധിക്കുന്നതാണ്.
സാഹിത്യം, കല ഇവയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ പ്രതിഭാവിലാസം തെളിയിക്കുവാനുള്ള അവസരം സംജാതമാകും. ഉദ്യോഗസ്ഥർക്ക് അധ്വാന ഭാരം കുറയുന്ന ആഴ്ച കൂടിയാണ്. ജോലി ഭാരം വിഭജിക്കപ്പെടുന്നത് വളരെയധികം ആശ്വാസം നൽകും. സ്വതന്ത്രമായ തീരുമാനങ്ങൾ മറ്റുള്ളവരെ ക്ലേശിപ്പിക്കുമോ എന്ന് ആരായുന്നത് ഉചിതമാണ്. നറുക്കെടുപ്പുകളിലും ചിട്ടിയിലും മറ്റും സമ്മാനിതരാകും. അനുരാഗികളായ ആളുകൾക്ക് ആശ്വസിക്കുവാനുള്ള സാഹചര്യം ഈ ആഴ്ച വന്നുചേരും. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. സ്വയം തീരുമാനിച്ച കാര്യങ്ങൾ എതിർപ്പുകളെ മറികടന്ന് പൂർത്തിയാക്കും. ഇഷ്ട വിഷയത്തിൽ ഉപരിപഠനത്തിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ്. കുടുംബാംഗങ്ങളെ ചില കാര്യങ്ങളിൽ ബോധവൽക്കരിക്കേണ്ടി വരുന്നതാണ്. അതുപോലെ തന്നെ എത്ര ശ്രമിച്ചാലും ആശയക്കുഴപ്പം തുടരുന്നതാണ്. ധനവരവിൽ ആശങ്കയുണ്ടാകില്ല. വ്യവഹാരങ്ങളിൽ വളരെയധികം സംതൃപ്തി ഭവിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ താൽപ്പര്യം കുറയുന്നതാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളെ അനുകൂലത പ്രയോജനപ്പെടുത്തും. ആരോഗ്യകാര്യത്തിലെ അലംഭാവം നന്നല്ല. സാമൂഹ്യ മാധ്യമങ്ങളിലെ നിരന്തരമായ അഭിപ്രായ പ്രകടനങ്ങൾ ഖണ്ഡിക്കപ്പെടാം. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങൾ ഉള്ള ആഴ്ചയാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് സാധിക്കും. അമിത ആവേശം കൂടാതെ കാര്യങ്ങൾ ശരിയായ വണ്ണം പഠിച്ച് പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിദഗ്ധ ഉപദേശം തേടുന്നത് വളരെയധികം ഉചിതമാകും. നാലാം ഭാവത്തിലെ രാഹു മനസ്സിനെ ഇടയ്ക്കിടെ ചഞ്ചലമാക്കും. നിങ്ങളുടെ മാതാവിൻ്റെയും ഒപ്പം അവനവൻ്റെയും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ട ആഴ്ചയാണ്. കിട്ടാക്കടങ്ങളിൽ ചിലതൊക്കെ കിട്ടുമെന്നതിനാൽ സാമ്പത്തിക സ്ഥിതി മോശമാവില്ല. ജീവിത പങ്കാളിയുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകൾ ഭവിക്കുന്നതാണ്. തന്മൂലം പലതരം സമ്മർദ്ദങ്ങളെ തൊഴിലിടത്തിൽ തന്നെ നേരിടേണ്ടി വരും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വായ്പാ സഹായം കിട്ടുവാനിടയുണ്ട്. കാര്യ ആലോചനാ സഭകളിൽ നിലപാടുകൾ അംഗീകരിക്കപ്പെടും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടുന്ന ആഴ്ച കൂടിയാണ്. കലാ മത്സരങ്ങളിൽ മികവ് തെളിയിക്കും. സ്ത്രീകളുടെ നിർലോഭമായ സഹകരണം കൈവരുന്നതാണ്. ജന്മനാട്ടിലെ ക്ഷേത്ര ഉത്സവങ്ങളുടെ മുഖ്യ ചുമതലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാം. നിയമകാര്യങ്ങളിൽ ഉചിതമായ ഉപദേശം തേടുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. പ്രയത്നത്തിന് ഫലമുണ്ടാകുന്ന ആഴ്ചയാണ്. അതോടൊപ്പം ചിട്ടയായ പ്രവർത്തനമാണ് നേട്ടങ്ങളുടെ പിറകിലെന്ന് നിങ്ങൾ മനസ്സിലാക്കും. സുഹൃത്ത് ബന്ധങ്ങൾ വളരെയധികം ദൃഢമാകും. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കുവാനുള്ള മനസ്സുണ്ടാകുന്നതാണ്. പഠനത്തിനും ഗവേഷണത്തിനും കൂടുതൽ സമയം നീട്ടിവെക്കും. ഗൃഹനിർമ്മാണത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുന്നതാണ്. യാഥാർത്ഥ്യ ബോധത്തിനൊപ്പം സങ്കല്പങ്ങളിലും മുഴുകുവാൻ ഇഷ്ടപ്പെടും. ബന്ധുക്കൾ തമ്മിലുള്ള അനൈക്യം പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുന്നതാണ്. മക്കളുടെ അഭ്യുദയത്തിൽ സന്തോഷമുണ്ടാകും. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. വ്യാപാര പുരോഗതിയിൽ തടസ്സങ്ങളുള്ളതായി അനുഭവപ്പെടും. അതിനാൽ തന്നെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടുവാൻ വളരെയധികം പരിശ്രമിക്കേണ്ടി വരുന്നതാണ്. ഒപ്പമുള്ള ആളുകളുടെ വാക്കുകൾ കൂടി പരിഗണിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ് വളരെയധികം ഉത്തമം. ഭൂമിയിൽ നിന്നും സാമാന്യമായിട്ടുള്ള വരുമാനം പ്രതീക്ഷിക്കാം. ബന്ധുഗുണമുണ്ടാകും. ശത്രുക്കളുടെ പീഡയെക്കുറിച്ച് അനാവശ്യമായ ഉത്കണ്ഠകളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. ഉപരിപഠനത്തിനുള്ള കാര്യത്തിൽ ആലോചന തുടരുന്നതാണ്. വാഹന ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആഴ്ച തന്നെയാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ചതയം നക്ഷത്ര ആളുകൾക്ക് തൊഴിലിടത്തും തൊഴിലിലുമെല്ലാം വളരെയധികം പുഷ്ടി പ്രതീക്ഷിക്കാം. ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യുവാൻ കഴിയുന്നതാണ്. സ്വന്തം തിരുത്തലുകൾക്ക് സഹപ്രവർത്തകരുടെ സ്വീകാര്യത ലഭിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി മോശമാവില്ല. കടം വാങ്ങിയ തുക കുറച്ചെങ്കിലും കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതാണ്. പാരമ്പര്യ ചികിത്സ പിന്മാറുകയാൽ രോഗക്ലേശങ്ങൾ വളരെയധികം ആശ്വാസം അനുഭവപ്പെടും. വിദേശത്ത് കഴിയുന്ന മകൻ്റെ പണം വന്നു ചേരുന്നതാണ്. ജീവകാരുണ്യത്തിന് നേരം നീക്കിവെക്കും. വാരം മധ്യത്തിലെ ദിവസങ്ങൾക്ക് കൂടുതൽ മികവുണ്ടാകുന്നതാണ്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുവാനും ഈ ആഴ്ച നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ വ്യാഴത്തിൻ്റെ വക്രഗതി മൂലം തീരുമാനങ്ങളെല്ലാം ചഞ്ചലമാകും. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വളരെയധികം ക്ലേശിക്കുന്നതാണ്. കാര്യസാധ്യത്തിന് വളരെയധികം അലച്ചിലും ആവർത്തിത ശ്രമങ്ങളും വേണ്ടിവരുന്നതിനാൽ ക്ഷോഭിച്ചേക്കും.
ഗാർഹിക രംഗത്തും അതിൻ്റെ പ്രതിഫലം തുടരുവാൻ ഇടയുണ്ട്. എങ്കിലും ആത്മവിശ്വാസം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഊഹക്കച്ചവടത്തിൽ ആദായം പ്രതീക്ഷിക്കാം. ഏജൻസി, കമ്മീഷൻ, വ്യാപാരം ഇവയിൽ വളരെയധികം ഔത്സുക്യമേകുന്നതാണ്. സഭകളിലും വേദികളിലും ആശയം വ്യക്തതയോടെ അഭിപ്രായം വ്യക്തമാക്കും. ഞായർ, തിങ്കൾ, ശനി ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. രാഹുവിൻ്റെ ജന്മനക്ഷത്ര സഞ്ചാരം മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾക്ക് കാരണമാകും. പഞ്ചമഭാവത്തിലെ കുജസഞ്ചാരം അനാവശ്യമായ കാര്യങ്ങളിൽ നിർബന്ധശീലത്തിന് കാരണമാകുന്നതാണ്. കൂടിയാലോചനകൾക്ക് മടിക്കരുത്. സംഘടനകളിലോ നിങ്ങളുടെ മേലധികാരികളോടോ ക്ഷോഭിക്കുന്നതിന് ഇടയുണ്ട്. മുൻപ് പ്രയത്നിച്ച ചില നേട്ടങ്ങൾ ഇപ്പോൾ കരഗതമാകുന്നതാണ്. ധനപരമായി വളരെയധികം ആശ്വാസമുണ്ടാകും. ഭാവിയിലെ യാത്രകൾക്ക് ആസൂത്രണം നടത്തുന്നതാണ്. സ്വജനങ്ങളുടെ ഗൃഹത്തിലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഈ ആഴ്ച നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. എല്ലാവിധ വെല്ലുവിളികളെയും നേരിടുവാൻ സാധിക്കും. നക്ഷത്രനാഥനായ ബുധന് മൗഢ്യം തീരുന്നതിനാൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിലെ കാലതാമസവും തടസ്സങ്ങളെല്ലാം ഒഴിവാകുന്നതാണ്. സുതാര്യമായ സമീപനം കൈക്കൊള്ളുന്നത് സ്വാഗതം ചെയ്യപ്പെടുന്നതാണ്. സമയബന്ധിതമായി ദൗത്യങ്ങൾ പൂർത്തീകരിക്കും. പിതൃപുത്ര ബന്ധത്തിൽ സുഗമത ഭവിക്കുന്നതാണ്. വ്യാപാരത്തിൽ വലിയ തോതിൽ ധനം മുടക്കുന്നതിന് ഗൃഹാനുകൂല്യം വേണ്ടത്ര ഇല്ലാത്ത കാലമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം ആഹ്ലാദിക്കുവാനുള്ള സന്ദർഭമുണ്ടാകും. ഞായർ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ വേണ്ട ആഴ്ച തന്നെയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.